വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. PSC പരീക്ഷ റദ്ദാക്കി എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്ത. ആ വാർത്ത ആലപ്പുഴ നിരവധി സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയായ LDC പരീക്ഷയാണ് ഇപ്പോൾ മാറ്റിവെച്ചത് എന്നാണ് സൂചനകൾ. ഉച്ചയ്ക്ക് 1:30 നടക്കേണ്ട പരീക്ഷയാണ് മാറ്റിയത് എന്നാണ് വിവരം. ചോദ്യപേപ്പർ മാറി പൊട്ടിച്ചു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. VV അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, വളരെ പ്രധാനപ്പെട്ട പരീക്ഷയാണ്. ലക്ഷക്കണക്കിന് കുട്ടികൾ ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷയാണ്. എന്താണ് വിവരം? PSC വലിയ ആരോപണ മുനയിൽ നിൽക്കുന്ന സമയമാണത്. PSCയുടെ പരീക്ഷാ നടത്തിപ്പിൽ തന്നെ വലിയ വിമർശനം ഉയർന്ന സമയമാണ്. ഇന്ന് വളരെ ഉദ്യോഗാർത്ഥികൾ ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് അല്പസമയം മുമ്പ് PSCയുടെ അറിയിപ്പായി വന്നത്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2026 ജൂലൈ 18, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:05 വരെ നടത്തേണ്ടിയിരുന്ന 10th പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് 2 പരീക്ഷ സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവച്ചിരിക്കുന്നു എന്ന അറിയിപ്പാണ് PSCയിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾ ലഭിച്ചത്. ഇപ്പോൾ ഔദ്യോഗികമായി PSCയുടെ വാർത്താക്കുറിപ്പ് വാട്സാപ്പ് പേജിലും ആ വാർത്ത വരുന്നുണ്ട്. ഒരു സ്ഥിരീകരണം അവർ നൽകുന്നുണ്ട്. അല്പസമയത്ത് വിവരങ്ങളിലേക്ക് പോകാം. ആ സ്ഥിരീകരണത്തിൽ പറയുന്നത്, ആലപ്പുഴ ജില്ലയിലെ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറിപ്പോയതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്താനെന്ന വിവിധ കമ്പനി കോർപ്പറേഷനുകളിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഉൾപ്പെടെയുള്ള തസ്തികകൾക്കായുള്ള 10ാം തരം പൊതു പ്രാഥമിക പരീക്ഷ റദ്ദു ചെയ്തിരിക്കുന്നു. ഈ തസ്തികയ്ക്കായി രാവിലെ നടത്തിയ പൊതുപരീക്ഷ വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറി പൊട്ടിച്ചു എന്നാണ് PSCയുടെ വിശദീകരണം. സ്വാഭാവികമായും ആലപ്പുഴയിലെ പരീക്ഷാ കേന്ദ്രത്തിലാണെന്ന് PSC സെക്രട്ടറിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഏതായാലും PSC വലിയ ആരോപണങ്ങൾ നേരിടുന്ന ഘട്ടം കൂടിയാണ്. അവിടെയാണ് വിശ്വാസത്തേക്ക് മങ്ങലേൽപ്പിക്കുന്നതിനുള്ള ഒരു നടപടി കൂടി PSCയുടെ ഭാഗത്ത് ഒരുപക്ഷെ ശ്രദ്ധാക്കുറവായിരിക്കാം, ജാഗ്രത കുറവായിരിക്കാം. ഏതായാലും അതുകൂടി ഉണ്ടാകുന്നു. 4 ഘട്ടമായി PSC നടത്തുന്ന പരീക്ഷയാണ്. അതിൽ 2 ഘട്ടം, ആദ്യഘട്ടം ഇന്ന് രാവിലെയും 2ാം ഘട്ടം ഉച്ചയ്ക്ക് ശേഷം. അടുത്ത ദിവസങ്ങളിൽ അടുത്ത ആഴ്ച വീണ്ടും ആ പരീക്ഷ നടക്കും. അതിലാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത 2ാം ഘട്ടം പരീക്ഷ. വിദ്യാർത്ഥികളെല്ലാം 1:30 പരീക്ഷയ്ക്ക് സ്വാഭാവിക 1 മണിയോടുകൂടി പരീക്ഷാ ഹാളിൽ കയറണം. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിക്കുകയായിരുന്നു. പരീക്ഷ മാറ്റിവെക്കുന്നുവെന്ന അറിയിപ്പ് ഇൻവിജിലേറ്റർമാർക്കും അറിയിപ്പ് ചീഫ് എക്സാമിനർമാർക്ക് മാത്രമാണ് വിവരം ലഭിച്ചത്. പരീക്ഷ മാറ്റിവെക്കാനുള്ള അടിയന്തര സന്ദേശം PSC ആസ്ഥാനത്ത് നിന്ന് ലഭിക്കുകയായിരുന്നു. അങ്ങനെ പരീക്ഷ മാറ്റിവെക്കുന്നു. ഇപ്പോൾ ഔദ്യോഗികമായി PSC അത് സ്ഥിരീകരിക്കുന്നു. ആലപ്പുഴ ജില്ലയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ ചോദ്യപേപ്പർ മാറിപ്പോയതിനാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡ് 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ്. LDC ഡിഗ്രി യോഗ്യതയുള്ള പരീക്ഷയുമുണ്ട്. പക്ഷേ ഇത് 10ാം ക്ലാസ് യോഗ്യതയുള്ള പരീക്ഷയാണ് ഇന്ന് രാവിലെ നടന്നത്, ഇനി നടക്കാൻ ഉള്ളത്. ഏതായാലും അവിടെ ചോദ്യപേപ്പർ മാറിപ്പൊട്ടിച്ചു. ഉച്ചയ്ക്ക് ശേഷമുള്ള ചോദ്യപേപ്പർ രാവിലെ ാണോ എന്താണെന്ന കാര്യത്തിൽ ഇനിയും വിശദീകരണങ്ങൾ വരേണ്ടതുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷ PSC പരീക്ഷ മാറ്റിവെക്കുന്നു. അപൂർവമാണ്. അത്രയധികം സുരക്ഷാ നടപടികളോടുകൂടി അത്രയധികം ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു നടപടിക്രമമാണ് PSC പരീക്ഷ. അവിടെയാണ് വിശ്വാസത്തേക്ക് മങ്ങലേൽക്കുന്ന ഒരു ഘട്ടം. മറ്റു പല വിവാദങ്ങളും വരുമ്പോൾ അതിന് ആക്കം കൂടുന്ന തരത്തിൽ പരീക്ഷ തന്നെ മാറ്റിവെക്കേണ്ട, അവസാന മിനിറ്റിൽ പരീക്ഷ തന്നെ മാറ്റിവെക്കേണ്ടുന്ന, അതായത് 1:30 മണിക്കാണ് പരീക്ഷ. 1:30 മണിക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ പല കേന്ദ്രങ്ങളാണ്, പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികൾ എത്തേണ്ട സാഹചര്യമൊക്കെ ഉണ്ട്. ഇതിനിടയിലാണ് വളരെ പെട്ടെന്ന് ഇത്തരമൊരു അറിയിപ്പ് ഉണ്ടാകുന്ന മെനക്കേട്, ബുദ്ധിമുട്ട് ചില്ലറയല്ല. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രത്യേകത, സ്വന്തം ജില്ലകളിൽ പല ഉദ്യോഗാർത്ഥികളും പരീക്ഷ സെന്റർ വയ്ക്കാറില്ല. കാരണം മറ്റു ജില്ലകളിലേക്ക് പോകുമ്പോൾ അത് നിയമനത്തിന് കൂടുതൽ എളുപ്പമാണ്, അല്ലെങ്കിൽ പട്ടികയിൽ കടന്നുകൂടാൻ എളുപ്പമെന്നൊരു പൊതുവിലൊരു ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഉദ്യോഗാർത്ഥികൾ ജില്ലകൾ മാറിയാണ് ഈ പരീക്ഷയ്ക്ക് സെന്ററുകൾ വയ്ക്കാറുള്ളത്. അത്തരം ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നടപടി തന്നെയാണ് ഉണ്ടായത്. ഇപ്പോൾ ഒരു വിശദീകരണം കൂടി അവിടെ നിന്ന് വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ PSCയുടെ വാർത്താക്കുറിപ്പ് ആയിട്ട് തന്നെ അത് പുറത്തു വരികയാണ്. സെക്രട്ടറിയുടെ അറിയിപ്പ് വരികയാണ്. ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥലത്ത് ചോദ്യപേപ്പർ ചോർന്നതിനാൽ ഈ പരീക്ഷ മാറ്റിവെക്കുന്നു എന്നുള്ള അറിയിപ്പാണ് വരുന്നത്. സ്വാഭാവികമായും വലിയ ബുദ്ധിമുട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാക്കുന്ന ഒരു നടപടി കൂടിയാണിത്. വലിയ പ്രതീക്ഷയോടുകൂടി അവർ കാത്തിരുന്ന ഒരു ദിവസമാകാം ഇത്. വർഷങ്ങളുടെ തയ്യാറെടുപ്പിന് ശേഷമാണ് പല ഉദ്യോഗാർത്ഥികളും ഈ പരീക്ഷ എഴുതാൻ എത്തുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്ന തീരുമാനമാണ് PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നത്, ആരാണ് ഉത്തരവാദികൾ എന്നൊക്കെ PSC വരും മണിക്കൂറുകളിൽ വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും PSCക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഒരു വീഴ്ച കൂടി PSCയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലെ വീഴ്ചയാകാം, പക്ഷേ ഉദ്യോഗാർത്ഥികളെ പൊതുവിൽ ബാധിക്കുന്ന, PSCയുടെ വിശ്വാസത്തെ പോലും സംശയമുന്നിലാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവസാന മിനിറ്റുകളിൽ 1 മണിയോടുകൂടി തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം ഈ ഹാളിലേക്ക് കടക്കേണ്ടതുണ്ട്. അവിടെ എത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾ അറിയിപ്പ് ലഭിക്കുകയാണ്. പരീക്ഷ മാറ്റിവെക്കുന്നു. രാവിലെ ഒരു ഘട്ടം പരീക്ഷ നടന്നു.
വന്നതാണ്. ഈ അടുത്ത ഘട്ടത്തിലേക്ക് പരീക്ഷ നടക്കുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റിവെക്കുന്നുവെന്ന വളരെ ഗുരുതരമായ ഒരു അറിയിപ്പ് PSCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിന് കാരണം ഇപ്പോൾ അവർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നത് ആലപ്പുഴയിലെ പരീക്ഷാ സെന്ററിൽ ചോദ്യപേപ്പർ മാറി പൊട്ടിച്ചതാണ് അതിന് കാരണമെന്നും അവർ സ്ഥിരീകരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഒരു പുതിയ വിവരം പുറത്തു വരുന്നത്. ആലപ്പുഴ ലജനത്ത് സ്കൂളിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ലജനത്ത് സ്കൂളിലെ പരീക്ഷാ സെൻറ്ററിലാണ് ചോദ്യപേപ്പർ മാറി നൽകിയത്. ഇന്ന് നടക്കാനിരുന്ന PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ ആണ് ഇപ്പോൾ മാറി നൽകിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സ്കൂളിൽ ഒരു പ്രശ്നം നടന്നപ്പോൾ അത് സംസ്ഥാന വ്യാപകമായി ആ തരത്തിൽ പരീക്ഷ നടത്താൻ പറ്റാത്ത പശ്ചാത്തലം ഒരുങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകി. അങ്ങനെയാണ് അരുൺ വിവരം. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകി. പരീക്ഷ പൂർത്തിയായ ശേഷമാണ് ഈ ചോദ്യപേപ്പറൊക്കെ മാറി നൽകിയ വിവരം അറിഞ്ഞത് എന്നുള്ളതാണ്. എത്ര കടുത്ത അനാസ്ഥയാണെന്ന് നോക്കൂ അരുൺ. തീർച്ചയായിട്ടും ഇത് ചോദ്യപേപ്പർ ചോർച്ചയെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള കാര്യം തന്നെയാണ്. കാരണം ഇത് ഈ ഘട്ടത്തിൽ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇത് സംസ്ഥാന വ്യാപകമായി ഒരേ ചോദ്യമാണ് ഒരു ഘട്ട പരീക്ഷയിൽ. അവരുടെ സീരിയൽ നമ്പറുകൾ മാത്രം മാറും, ചോദ്യത്തിൻ്റെ നമ്പറുകൾ മാത്രം മാറി. കാരണം അടുത്തിരുന്ന പരീക്ഷ എഴുതുന്നവർക്ക് ഒരുപോലെ അത് പകർത്താൻ കഴിയാത്ത അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സീരിയൽ നമ്പറുകൾ മാറ്റി ചോദ്യങ്ങൾ മാറ്റിയിടുകയാണ് പതിവ് PSCയുടെ. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന വ്യാപകം ഒറ്റ പരീക്ഷയാണ്, ഒരേ ചോദ്യപേപ്പറാണ്. ഈ ചോദ്യങ്ങൾ അവിടെ ഇവിടെ സീരിയൽ നമ്പർ അനുസരിച്ച് മാറുന്നതിന് അന്ന് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ചോദ്യപേപ്പർ ചോർന്നിരിക്കുന്നു. ഈ വളരെ ചോദ്യപേപ്പർ മാറി പൊട്ടിച്ചു എന്ന് സാങ്കേതികമായി PSC പറയുമ്പോൾ അതിനർത്ഥം ഉച്ചയ്ക്ക് നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ കൊടുത്തുവെങ്കിൽ അതിനർത്ഥം പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് തന്നെയാണ്. അതാരെങ്കിലും ബോധപൂർവം ചോർത്തിന് പകരം ഇവിടെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത, അനാസ്ഥ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ട് അങ്ങനെ ഒരു ചോർച്ച ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഈ രാവിലത്തെ പരീക്ഷയിൽ അതിന് വാലിഡിറ്റി ഉണ്ടോ എന്ന കാര്യമൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. എല്ലായിടത്തും അതുപോലെയാണ് ഒരുപക്ഷെ പ്രശ്നമുണ്ടാകില്ല. പക്ഷേ അങ്ങനെയല്ലെങ്കിൽ ഇത് പല സെൻ്ററുകളിലും പല ചോദ്യമാണെങ്കിൽ അതിലും ഉദ്യോഗാർത്ഥികൾക്ക് പരാതിയുമായി PSCയും അതുപോലെ തന്നെ കോടതിയും ഒക്കെ സമീപിക്കാൻ അവസരമുണ്ടാകും. ഏതായാലും രാവിലെ നടക്കേണ്ട ചോദ്യപേപ്പർ ഉച്ചയ്ക്ക് ശേഷം നടക്കേണ്ട പരീക്ഷയുടെ ചോദ്യപേപ്പർ രാവിലെ കൊടുത്തുവെങ്കിൽ അത് ചോദ്യപേപ്പർ രാവിലെ തന്നെ ചോർന്നു എന്ന് വേണം വിലയിരുത്താൻ. ആ രീതിയിൽ തന്നെയാണ് അത് കാണേണ്ടത്. ആലപ്പുഴ ലജനത്ത് സ്കൂളിലെ പരീക്ഷ സെന്ററിലാണ് ചോദ്യപേപ്പർ ചോർന്ന വിവരം കൂടി ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയുടെ ചോദ്യപേപ്പർ നൽകി. പരീക്ഷ പൂർത്തിയാകും വരെ ഈ മാറി നൽകിയ വിവരം ആരും അറിഞ്ഞില്ല. ഈ ഇൻവിജിലേറ്റർമാരോ അല്ലെങ്കിൽ അവിടെ PSCയുടെ ചുമതലയുള്ള ഈ ഉദ്യോഗസ്ഥർ എല്ലാ സ്കൂളിലും ചോദ്യപേപ്പർ വിതരണം ചെയ്യാനൊക്കെ ഉദ്യോഗസ്ഥർ ഉണ്ടാകും PSCയുടെ. അവരും അറിയാതെ എന്നൊരു വീഴ്ച ആണിത്. പക്ഷേ ഇത് ബോധപൂർവം അല്ലാത്ത വീഴ്ച ആണെങ്കിൽ പോലും വലിയ ഗുരുതരമായ സംഭവം തന്നെയാണ്. ഇത്രയധികം അശ്രദ്ധ എങ്ങനെ PSC ഉദ്യോഗസ്ഥർക്ക് ഈ ഘട്ടത്തിലും, അത് രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനമാണ് PSC. ഉദ്യോഗാർത്ഥികൾ വലിയ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സ്ഥാപനമാണ് PSC. തുടർച്ചയായ വിവാദങ്ങളിൽ പെടുന്നു. പരീക്ഷ നടത്തിപ്പിൽ സംശയമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ആ ഘട്ടത്തിൽ ഇത്രയും നിരുത്തരവാദപരമായി ആരാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത്. അതിന് മറുപടി PSC പറഞ്ഞേ മതിയാകൂ. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ട്, അവരുടെ മറ്റ് ബുദ്ധിമുട്ടുകൾക്കപ്പുറം PSCയുടെ വിശ്വാസത്തെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത്രയധികം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആക്കം കൂട്ടുന്ന നടപടി PSCയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയം തന്നെയാണ്. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. PSC പരീക്ഷ മാറ്റിവെക്കുന്ന പശ്ചാത്തലം ഒരുകയാണ് സംസ്ഥാനത്ത്.